പ്രിയ കുട്ടികളെ, ബ്രെയിൻ ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളാണ്. 2024 മാർച്ചിൽ 100-ാം വാർഷികം ആഘോഷിക്കുന്ന സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിനുള്ള പാത അറിയപ്പെടുന്നത് പിങ്ക് ലൈൻ. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചതെവിടെ? തുറവൂർ. 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചലച്ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. (2023) മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാര്? പോൾ സക്കറിയ. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ കായിക താരം PR ശ്രീജേഷ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം എത്ര? 346 രൂപ. 2024 മാർച്ചിൽ മുഖ്യമന്ത്രിയായിരിക്കെ രാജ്യത്ത് അറസ്റ്റിലായ ആദ്യ വ്യക്തി അരവിന്ദ് കെജ്രിവാൾ. ലോകത്തെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് ഏത്? LIC. ചന്ദ്രയാൻ 3 കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണണേ. ചന്ദ്രയാൻ 3 ഇറങ്ങിയ സ്ഥലത്തിന് പറയുന്ന പേര് ശിവശക്തി പോയിന്റ്. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ ഇതുവരെ. മാർച്ച് 22 ലോക ജലദിനം. 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ഏത്? ജലം സമാധാനത്തിന്, വാട്ടർ ഫോർ പീസ്. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ കളിച്ച ആദ്യ ഇന്ത്യൻ താരം സുനിൽ ഛേത്രി. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്ക. 2024 ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായത് 2024 മാർച്ച് 25. വെനുംബ്രൽ ചന്ദ്രഗ്രഹണം എന്നാണ് അറിയപ്പെടുന്നത്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ. മാർച്ച് 21 ലോക വനദിനം. 2024 ലോക വനദിനത്തിൻ്റെ പ്രമേയം വനങ്ങളും നവീകരണവും, മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതെവിടെ? ബീഹാറിലെ പാറ്റ്നയിൽ. ഭൂമിയിലെ ഏറ്റവും വിദൂരത്തുള്ള സ്ഥലമാണ് പോയിന്റ് നീമോ എന്നറിയപ്പെടുന്നത്. പോയിന്റ് നീമോയിൽ എത്തിയ ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ. ബ്രിട്ടനിലെ ക്രിസ് ബ്രൗൺ ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്നതാര്? അജന്ത ശരത് കമൽ. ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി ഏത്? K4 കെയർ. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? 50-ാം വാർഷികം. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്തമൂർത്തി. 50ാമത് G7 ഉച്ചകോടി 2024 ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഇറ്റലി. 2024 മാർച്ചിൽ നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് പോക്കാറ. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏത്? അഗ്നി 5. പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. മിഷൻ ദിവ്യാസ്ത്രക്ക് നേതൃത്വം നൽകിയ വനിത ഷീന റാണി. മലയാളിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ മലയാളിയായ ഷീന റാണിയാണ്. 700 വർഷം മുമ്പുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ശരണബാല്യം.
മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേതു സ്റ്റേഷൻ. വിദ്യാർത്ഥികൾക്കായി ആഴ്ചയിൽ ഒരിക്കൽ ബാഗ് രഹിത സ്കൂൾ ദിനം പ്രഖ്യാപിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് 2024 നാമനിർദ്ദേശം ചെയ്ത വനിത സുധാ മൂർത്തി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമേത്? കേരളത്തിലെ കൊച്ചിയെയാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് കൊൽക്കത്ത ഹൂഗ്ലി നദിയിൽ. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൗസേന ഭവൻ, ഡൽഹി. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ എസ് ഫൈസി. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി മധുരം. 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഫ്ലൈ 91. പോർച്ചുഗൽ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ്. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത അദൃശ്യജാലകങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ 14ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ആഷിഫ് അലി സർദാരി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാത സെലാ ടണൽ, അരുണാചൽ പ്രദേശ്. 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് MK സാനു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.